അതുപോലെ തന്നെ അൽ ഇദ്ഗാമുൽ മുത്തഖാരിബൈനി. നോക്കൂ, മഖ്റജടുത്തുള്ള രണ്ടക്ഷരം തമ്മിൽ ഇദ്ഗാം ചെയ്ത് ഉരത്തിടണം. റബ്ബി ഇല്ലമു പോലെയാം ഇവകൾക്ക് നാമം പറയാം മുത്തഖാരിബൈനി. മഖ്റജടുത്തുള്ള രണ്ടക്ഷരം തമ്മിൽ ഇദ്ഗാം ചെയ്ത് ഉരത്തിടണം. റബ്ബി ഇല്ലമു പോലെയാം ഇവകൾക്ക് നാമം പറയാം മുത്തഖാരിബൈനി. ഇവിടെ ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളല്ല, മറിച്ച് മഖ്റജ് അടുത്ത രണ്ടക്ഷരം, അക്ഷരത്തിന്റെ ഉത്ഭവസ്ഥാനം ഏകദേശം ഒരേപോലെയുള്ള സ്ഥാനത്തിൽ നിന്ന് വരുന്ന രണ്ടക്ഷരങ്ങൾ. നോക്കൂ, റാല് എവിടുന്ന ഉച്ചരിക്കുന്നത്? മോണയും പല്ലും ചേർന്നാണ്. ഇതുപോലെ വായും അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ മഖ്റജ് അടുത്ത രണ്ടക്ഷരം, രണ്ട് രൂപത്തിലുള്ള അക്ഷരം, മഖ്റജ് അടുത്ത രണ്ട് രൂപത്തിലുള്ള അക്ഷരം അടുത്ത് വരികയും ഒന്നാമത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹർക്കത്തും വന്നാൽ അവ തമ്മിലും ഇദ്ഗാം ചെയ്യണം. ഇവ്വലമു, ഇദ് പ്ലസ് വലമു സമം ഇവ്വലമു. അതുപോലെ ഇർകബ് പ്ലസ് മഅന. ഇവിടെ ബാ ബ ബി ബു മാ മി മു ഒരേ മഖ്റജ്, പക്ഷെ രണ്ട് രൂപത്തിലുള്ള അക്ഷരം. ഇങ്ങനെ വന്നാലും ഇവ രണ്ടും തമ്മിലും ഇദ്ഗാം ചെയ്യണം. നോക്കൂ, ഇർകബ് പ്ലസ് മഅന സമം ഇർകം മഅന. ഇർകം മഅന. ഈ ബായിനെ ഈ മീമിൽ ഇരട്ടിപ്പിച്ചു പോയി, ഇനി ബായിന്റെ ശബ്ദമില്ല. ഇർകം മഅന. അതുപോലെ യൽഹസ് പ്ലസ് സാലിക. ഇവിടെയും സ സി സു രണ്ടും ഒരേ മഖ്റജ്, പക്ഷെ അക്ഷരം രണ്ടും രണ്ട് രൂപത്തിൽ. ഇങ്ങനെ വന്നാൽ ഇതിനെയും ഇദ്ഗാം ചെയ്യണം. അപ്പോൾ യൽഹസ് പ്ലസ് സാലിക ഈക്വൽ ടു യൽഹസ് സാലിക. യൽഹസ് സാലിക. ഈ രൂപത്തിലാണ് ഇതിനെ ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ തന്നെ അൽ ഇദ്ഗാമുൽ മുത്തജാനിസൈനി, അൽ ഇദ്ഗാമുൽ മുത്തബാഇദൈനി എന്നിങ്ങനെ വേറെയും പല രൂപത്തിലും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത്രത്തോളം വലിയൊരു വിശദീകരണത്തിൽ നമ്മൾ തുനിയുന്നില്ല. വളരെ സംക്ഷിപ്തമായിട്ടുള്ള വിശദീകരണമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം അൽ ഇദ്ഗാമുൽ മുത്തമാസിലൈനിയിലും ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ എന്ന് പറഞ്ഞതിലും നമ്മുടെ ഈ എല്ലാ നിയമവും ഉൾക്കൊള്ളും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.